ഇവിടെ തമിഴ്നാട്ടിലെല്ലാവരും പാപ്പ, പിന്നെ ചെല്ലം, തങ്കം, ശിവാംഗി തങ്കം, ഇങ്ങനെയാണ് കുറേ ചേട്ടന്മാർ സെറ്റുണ്ട് കേട്ടോ. പയ്യന്മാരെ ആണുങ്ങളെല്ലാം അവളെ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവള് നടുക്ക് കാണും. ശിവകാർത്തികൻ തൊട്ട് എല്ലാവരും ഫ്രീ ടൈമിലല്ല, ഇവളുടെ മോണോ ആക്ട് മിമിക്രിയും തമാശയൊക്കെയാണ്. അവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. ഇല്ല, സോ എന്താന്നാ ഈ ശിവാനോടെ പ്രൊഡക്ഷനിലാ ഫസ്റ്റ് ചെയ്ത SK പ്രൊഡക്ഷൻസ്. എല്ലാവർക്കും ഒരു പേടി, അയ്യോ സിനിമ ഇൻഡസ്ട്രി അങ്ങനെയെന്ന്. പക്ഷേ ശിവാനോടെ പ്രൊഡക്ഷൻ ആയിരുന്നു ഇപ്പൊ പറഞ്ഞേ. ഇപ്പൊ കൂടെ റീസെന്റ് അവരെല്ലാം കണ്ടപ്പോ എന്താന്നാ എല്ലാ ആർട്ടിസ്റ്റിനും അത്ര ഭയങ്കരമായിട്ടാണ് ഗവനിച്ചത്, നോക്കിയത്. ഇപ്പൊ ഞങ്ങൾക്ക് ഏതാ ഒന്ന് വേണം അങ്ങനെയൊന്നും ദൂരെ പോയി എല്ലാം വാങ്ങിട്ട് വരും. വാങ്ങിട്ട് വന്നിട്ട് ഇന്നപ്പാ തങ്ങച്ചി ഓക്കെ വാ എന്നെ മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുമേ. സോ അതെല്ലാം വന്ന് ഞാൻ അങ്ങനെയാ വന്ന് ഇതായത്. എനിക്കിത് അറ്റ് ദ സെയിം ടൈം എന്നെ പോലെ എല്ലാവർക്കും അനുഭവിക്കണമെന്ന് അറിയില്ല, ആവശ്യമില്ല. സോ അവരെ മാതിരി ആൾക്കാർക്ക് ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഗുഡ് ഐ ഓപ്പണിംഗ്. ഇതും കൂടെ പറയണം. ഒരു ദിവസം ഞാൻ ഷൂട്ടിങ് ഞാൻ കാരവണിലും ചെന്ന് മയങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവളുടെ അവിടെ സംസാരം കേൾക്കാം, കീ എന്ന് കേൾക്കാം. ഇവരെല്ലാം ചിരിക്കുക, വട്ടത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ബാക്കി ആർട്ടിസ്റ്റുകളും ശിവകാർത്തികൻ, ഹീറോയിൻ്റെ പേര് പ്രിയങ്ക, എല്ലാവരും ഇരിക്കുക. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഉടനെ ശിവകാർത്തികൻ ചാടി എഴുന്നേറ്റ് വാങ്ങുമാമെന്ന്. അപ്പം ഞാൻ ഇത്രയും നേരം കിടക്കുകയും ചെയ്തിട്ട് ഞാൻ നിന്നു. എനിക്ക് ചെയർ ഇട്ടതെങ്കിലും ഞാൻ നിന്നുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയാം. ശിവകാർത്തികേയൻ നിന്നുകൊണ്ട് എന്നെ ഇരിക്കുക അടുത്ത്. നീങ്ക ഉക്കാരുങ്കോ ഇല്ല നീങ്ക ഉക്കാരുങ്കോ ഇല്ലില്ല ഞാൻ ഇവളോ നേരം ഉക്കാണ്ടതിനാലതാ ഞാൻ നിന്നിട്ടിരിക്കുക, നീങ്ക ഉക്കാരുങ്കോ. ഞാൻ ഇരിക്കാതെ ആ പുള്ളി ഇരുന്നില്ല. അതായത് ഇവളൊരു അഭിനയിക്കാൻ വന്ന ഒരു കുട്ടിയുടെ അമ്മയായിട്ട് കരുതിയാൽ മതി. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും നേരം അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ ഇരുന്നു. കുറേ കഴിഞ്ഞാൽ ഞാൻ ഈ സത്യം മനസ്സിലാക്കിയത്. ഇത് പിന്നെ ഞാൻ അങ്ങ് ഇരുന്നു. അപ്പം അദ്ദേഹം ഇരുന്നു. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളോടൊക്കെ ഞാൻ ഇരുന്നോളാൻ പറഞ്ഞു, അവരൊക്കെ ഇരുന്നു. അദ്ദേഹം നിന്നുകൊണ്ട് എന്തിനാ അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു ചില കാര്യങ്ങളിലൊക്കെ പരസ്പര ബഹുമാനത്തോടു കൂടി പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇതിപ്പോ അങ്ങനെ അല്ലാത്ത ഒരു സമൂഹത്തിൽ നമുക്ക് ഇതൊക്കെ വേണ്ടി വന്നു. അത് സ്കിപ്പ് ചെയ്താല് ഈ ഇടയ്ക്ക് അമ്മയെ പോലെ ആകാൻ വേണ്ടിയിട്ട് കമ്മലൊക്കെ ഇട്ട് പഴയ അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് പിങ്ക് ഷോളൊക്കെ ഇട്ടിട്ട് അത് റീക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് പതിവില്ലാതെ കമ്മലൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിട്ടിരിക്കുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അമ്മയെ പോലെ ആയി മാറുമല്ലേ വലിയ കമ്മലൊക്കെ ഇട്ടിട്ട്? ഇല്ലല്ല, ആക്ച്വലി ഞാൻ ഒരു മിനിമലിസ്റ്റ് ഡെഫിനറ്റ്ലി. സോ അങ്ങനെ ഇരിക്കുമ്പോ അത് ഇപ്പൊ ഓൾസോ ഇത് ഓണം കണ്ട ഈ ചുടിദാറിൽ ഇരിക്കുന്ന ടൈപ്പ് ഇല്ല. ഇന്നലെ ഈ ഇന്റർവ്യൂക്ക് വേണ്ടി വാടക എടുത്തത് ഈ ചുടിദാറ്. ഒരു മിനിറ്റ്, ഇതാ ഞാൻ ഇവളും തമ്മിലുള്ള വ്യത്യാസം. ഇല്ല ഒരു മിനിറ്റ്, ഞാനും സ്ട്രൈറ്റ് ഒക്കെ തന്നെ. പക്ഷെ വാടക എന്ന് പറയുമ്പോ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരി. ഇപ്പൊ നമ്മളമാതിരി ആൾക്കാര് വന്ന് ഇപ്പൊ ഈ ഡ്രസ്സ് ഇനി ഞാൻ എവിടെ ഇടാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി രജനീസ് ചേട്ടാ വന്ന് ഫുള്ള് വീഡിയോ ഇടും. അപ്പൊ ഇതിന്റെ ഒരു വട്ടിയിട്ട് എന്താ ഡെഫിനറ്റ് സസ്റ്റൈനബിലിറ്റിയും കരുതി ഇന്നൊരു ഫാക്ടർ അതൊരു ഇത് ഓക്കെ. അപ്പോ നമ്മളമാതിരി ആളുകളില്ല ഈ ഡ്രസ്സ് വാങ്ങിയിട്ട് ആര് കൊടുക്കുന്നോ അവരെ വന്ന് കൊളാബറേഷൻ ഇട്ടിട്ട് തിരിച്ച് ഈ ഡ്രസ്സ് കൊടുക്കും. അപ്പൊ ഇഷ്ടത്തിന് ഞാൻ ഡിഫറെന്റ് അപ്പൊ ഇത് അഗൈൻ ദിസ് ഇസ് ഓൾസോ അനദർ ഫോം ഓഫ് സസ്റ്റൈനബിലിറ്റി. അപ്പൊ ഒന്ന് അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ ഞാൻ എന്തിനാ വന്ന് കുറെ ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടി ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ ഞാൻ. എനിക്ക് പല ആൾക്കാരെ എന്നോട് സ്പോൺസർ ചെയ്യാം, ജ്വല്ലറ്റ്സ് ഇതെല്ലാം ഞാൻ ആരെ അനുവദിക്കില്ല. എൻ്റെ സ്വന്തം ഡ്രസ്സുകളെല്ലാം പട്ടുസാരി. ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് പട്ടുസാരി. കാരണം ഇപ്പം എല്ലാം സ്വർണ്ണമുണ്ട് പട്ടുസാരിയിൽ. 2 ഗ്രാം 3 ഗ്രാം 4 ഗ്രാം 5 ഗ്രാമൊക്കെയുള്ള പട്ടുസാരി ഉണ്ട് എനിക്ക്. ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ ഞാനത് ഓണായിട്ട് എൻ്റെ അതാകുമ്പോൾ എനിക്കത് സ്വന്തം എൻ്റെ സ്വന്തം എല്ലാം ഞാൻ ഇടുന്നത്. അതുപോലെ കമ്മലും മാലൊന്നും വയ്ക്കാൻ ഇവിടെ ഇടവില്ല. പുതിയ വീട്ടിൽ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ അറകളിങ്ങനെ. പക്ഷേ അത് എത്ര വാങ്ങി വയ്ക്കും? പക്ഷെ ഇവക്ക് അതെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം ആർട്ടിഫിഷ്യൽ ജ്വൽസിന്റെ കാര്യാട്ടോ. അതൊക്കെ എന്റെ അമ്മയുടെ എന്നിട്ട് എന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കും. അല്ല അത് ശരിക്കും ഈ കമ്മല് ശരിക്കും ഇന്ന് ഒഴിവാക്കുമായിരുന്നു അല്ലേ? ഓണം ആയതുകൊണ്ടാണ് നമ്മൾ ഇല്ലെങ്കിൽ ഇത്രയും ഹെവി ആവുമ്പോ കമ്മൽ അതാണ്. പക്ഷെ ഈ അമ്മ ഒന്ന് ഇതില്ല എന്താ പറയണ്ടേ, അനുവദിക്കൂല. എന്തിനാ അമ്മയ്ക്ക് മാലയും കമ്മലും ഇടണം, വള എല്ലാം ഇടണം. അപ്പോഴാണ് അമ്മാൻ ഇഷ്ടമുള്ളൂ. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഇവന്റ് കമ്മൽ മാത്രം ഇട്ടിട്ട് മാല ഇട്ടില്ലെങ്കിൽ അയ്യേ അങ്ങനെ അപശകുണമാ പറയും എല്ലാത്തിനുമേ. സോ അതുകൊണ്ട് വന്ന് ഈ മാല മാത്രം എടുക്കുമ്പോൾ അയ്യേ അങ്ങനെയെന്ന് പറയും. നീയൊക്കെ എന്റെ മകളാണോടി അങ്ങനെ ചെയ്യും. ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? തെറ്റല്ലേ അത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ?
ഈ നാട്ടുകാർ വിചാരിക്കും ഞാൻ ഇവളെ കൊടുമപ്പെടുത്തുന്നത്. അല്ല 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 നീയൊക്കെ ആളാണെന്ന് ഞാൻ കുടുംബപ്പെടുത്തുക മീൻസ് ടോർച്ചർ ഇവളുടെ കൂടെ കൂടി എനിക്കെന്താ ഇവിടെ, അതായത് കഷ്ടപ്പെടുന്നതാണ്. അതായത് ഒരിടത്ത് എന്റെ അമ്മ അങ്ങനെയായിരുന്നു, പിള്ളേര് നല്ല ഇതിനേക്കാളും മോശമായിരുന്നു എന്റെ അമ്മൂമ്മ. അമ്മൂമ്മ അല്ലേ ഒരു കമ്മലിട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡ്രാമ പ്ലേ ചെയ്യും. ഒരു കമ്മലിട്ടില്ലെങ്കിൽ കമ്മല്ലേ എനിക്ക് വേണ്ട അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു. നീ ഒക്കെ പുഴുവായിരുന്നു നിന്നപ്പോ ഞാൻ എന്തൊക്കെ ചെയ്തു. അത് പുഴുവെന്ന് പറഞ്ഞാൽ ഇവള് 8 മാസത്തിന് മുമ്പേ പറഞ്ഞ 7 മാസത്തിൽ പറഞ്ഞു. നീ ഒക്കെ പുഴുവായിരുന്നപ്പോ നീ എന്താ പാല് കുടിച്ച എന്റെ മുഖത്ത് തുപ്പി അങ്ങനെയൊക്കെ പറയും. ഒരു വയസ്സിൽ ചെയ്തത് എനിക്കേ അറിയില്ല. അതല്ല വന്ന് ഇപ്പൊ പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു കാണിച്ചാൽ എന്ത് ചെയ്യാൻ? രണ്ടുപേരും ഒരേ ബ്ലഡ് വേറെ. ഇപ്പൊ വര വര അമ്മ വന്ന് പറയുന്നതല്ല, അങ്ങനെ എനിക്ക് അമ്മൂമ്മ പറയുന്ന മര്യാദയുണ്ട്. ഇത് എന്റെ കസിൻസ് ഉണ്ടല്ലേ, എന്റെ കസിൻസ് മൂച്ചി കൂടെ അമ്മൂമ്മ മര്യാദയായിട്ട് വരുന്നു. അപ്പൊ വന്ന എന്റെ കസിൻസില് അയ്യോ ഇത് തനി അമ്മൂമ്മ അങ്ങനെയെന്ന് ഫീൽ ആവുന്നു വര വര ഇപ്പൊ. പിന്നെ എനിക്ക് എന്റെ അമ്മയുടെ ചായ അല്ലാതെ അടുത്ത വീട്ടിലെ പാർക്കുട്ടി ചേച്ചിയുടെ ചായ എന്തുവാടി. അവള് പറഞ്ഞെന്താന്ന് വെച്ചാ അമ്മമ്മയെ പോലെ ആയി വരുന്ന സ്വഭാവത്തില് അത് കുറച്ച് മാറ്റം. അല്ല ഞാൻ പക്ഷെ അമ്മൂമ്മയെ പോലെ ഒന്നും അല്ല. അത് ഇവരിങ്ങനെ പറയണം അമ്മൂമ്മയെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റ എന്റെ അമ്മയെ പോലെയാണ്. പിന്നെ വർത്താനം പറഞ്ഞ് ഭയങ്കരമായിട്ട് വർത്താനം പറയും, ഉറക്കം അടിച്ച് കൈ കൊട്ടിച്ചിരിക്കും. ഇനിയൊരു വിഷയം കൂടെ ഞാൻ പറയാം. എൻ്റെ അമ്മ അടുത്ത ആരെയും മറ്റൊരാളെ കുറിച്ച് ദ്രോഹമോ ഒരു വർത്താനോ ഒന്നും പറയില്ല. സ്വന്തമായിട്ട് ട്രോളിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. സത്യം. ഇപ്പൊ ഞാൻ എന്നെ തന്നെ ഞങ്ങൾ അത് ഇവൾക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളെ തന്നെ കുറ്റം പറഞ്ഞ് നമ്മളെ തന്നെ മറ്റുള്ളവരോട് ഞാനപ്പോൾ അത് ഇത് നമ്മൾ കുറ്റം പറഞ്ഞ് ചിരിക്കുന്ന ഒരാൾക്കാരാണ് നമ്മൾ. ഇവിടെ തമിഴിൽ പറയും പെരത്തിയാർക്ക് ദ്രോഹം പണ്ണാമി ഇരുന്നാൽ പോരുന്നു. അതായത് മറ്റുള്ളവർക്ക് അടുത്തൊരു ആർട്ടിസ്റ്റിനോ അവരെക്കുറിച്ചൊരു മോശമായിട്ട് പറയുമോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഇവിടെയൊക്കെ പണ്ടൊക്കെ ആർട്ടിസ്റ്റിൻ്റെ നമ്പർ ചോദിച്ചു വിളിക്കുമായിരുന്നു. ചിലപ്പോൾ എന്നെ അവർക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ആ ആർട്ടിസ്റ്റിൻ്റെ നമ്പർ ഉടനെ തന്നെ ഞാൻ കൊടുക്കും. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് മാഡം നിങ്ങൾ ரொம்ப നല്ലവങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലരോടും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാറുള്ളത്. ആ ഒരു അവർ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് വലിയൊരു ചാൻസാണ് അതുകൊണ്ട് കിട്ടുന്നെങ്കിലോ. അതുകൊണ്ട് ഉടനെ നമ്മൾ നമ്പർ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ഞങ്ങൾ പറയും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും ചോദിച്ചാൽ ആ ആർട്ടിസ്റ്റിൻ്റെ നമ്പർ കൊടുക്കും. കാരണം അവർക്ക് നാളെ അതൊരു നമ്മളുടെ ഒരു നോ പറയണ അവർക്ക് നഷ്ടപ്പെടുകയാണെങ്കിലും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അപ്പം മറ്റുള്ള ഒരാളെ ദ്രോഹിക്കാതെയും കുറ്റം പറയാതെയും ദൂഷ്യമൊന്നും ചെയ്യാതെയും നമ്മൾ സ്വന്തമായിട്ട് കളിയാക്കി. അതെ, അതൊരു മാവേലി നാട് സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കും. എന്താണ് ഓണം ശരിക്കും? അത് കുറച്ച് മുമ്പ് ഇവിടുന്ന് പോയിട്ട് അവിടെ പോയിട്ട് ആഘോഷിച്ച ഓണങ്ങൾ ഉണ്ടാവാം. ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ എന്താ വരിക? ചെറിയ വയസ്സിൽ വന്ന് ഓണം എന്ന് വരുമ്പോഴേ ഇതേമാതിരി കുറെ അമ്മ വന്ന് ഇന്റർവ്യൂ ചെയ്യുമായിരുന്നു. അവിടെ കൂടെ വന്ന് ന്യൂസ് പേപ്പറിലെല്ലാം വന്ന് ഉണ്ട്, ഇതോ അവിടെ കൂടെ ഉണ്ട്. സോ ഓണം എന്ന് വന്നാല് ഏതെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് എന്തെങ്കിലും നടക്കും. കുറെ വർഷമായിട്ട് അത് വന്ന് നടന്നില്ല ഫോട്ടോഷൂട്ടില്ല. സോ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ എന്തെങ്കിലും അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുമോ, ഏതോ ചെറിയ ഓലന് വെണ്ടയ്ക്ക ഫ്രൈ 23 കൂട്ടം ഐറ്റം ഞാൻ ഉണ്ടാക്കി. എൻ്റെ മാമനാരെയും മാമിയാരെയും എൻ്റെ മദറിലോ അവര് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു. അവരെയും പിന്നെ എൻ്റെ ഡ്രൈവർമാരാണ് സർവൻസ് എല്ലാരെയും ഞങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അമ്മ ബിസി ആയിപ്പോയി. ബിസി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കേരളത്തെ റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങി സദ്യ. കഴിഞ്ഞൊരു 12 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. നമ്മളിങ്ങനെ ഭയങ്കര ചിലപ്പോൾ ബിസി ആയിരിക്കും.